Hi friends, welcome back to Colors Malayalam Stitching. അപ്പോൾ ഇന്ന് ഞാൻ നല്ലൊരു ഗൗണാണ് സ്റ്റിച്ച് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. അറബിക് ഗൗണാണ്, ഹൈനെക്കിൽ വന്നിട്ടുള്ള, അതുപോലെ നല്ലൊരു പഫ് സ്ലീവും നല്ല ഫ്ലെയറോട് കൂടിയിട്ടുള്ള ഗൗണാണ് സ്റ്റിച്ച് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് സാറ്റിൻ്റെ ക്ലോത്ത് ആണ്. അപ്പോൾ ആദ്യം നമുക്ക് ബോഡി പാർട്ടിൻ്റെ അളവുകളൊക്കെ ഒന്ന് മാർക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ബോഡി ലെങ്ത്ത് ഞാനിവിടെ 14 ഇഞ്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് കൂട്ടി 15 ഇഞ്ചിൽ ലെങ്ത്ത് കട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഇത് ബാക്ക് പീസാണ്. ബാക്ക് പീസിൽ നമ്മൾ സിബ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓപ്പൺ ആയിട്ടുള്ള വശം ഒരു ഇഞ്ച് വിട്ടിട്ടാണ് പിന്നീട് നമ്മൾ രണ്ടാമത് ഫ്രണ്ട് പീസ് ഇതുപോലെ വെച്ച് കൊടുക്കുന്നത്. ഇനി ഫ്രണ്ട് പീസിൻ്റെ മുകളിലായിട്ട് നമുക്ക് അളവുകളൊക്കെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഷോൾഡർ 7.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ആം ഹോളും 7.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. നമുക്ക് ഈ ഒരു അളവും 7.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് കൊടുക്കാം. നമ്മൾ ഹൈനെക്കാണല്ലോ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 2.5 ഇഞ്ച് വിഡ്ത്തും അതുപോലെ 2.5 ഇഞ്ച് ഫ്രണ്ട് നെക്കും ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ അളവുകളൊക്കെ ഒന്ന് മാർക്ക് ചെയ്തിട്ടെടുക്കാം. ഫ്രണ്ട് നെക്കിന് ഞാൻ ഇതുപോലൊരു യു ഷേപ്പ് വരച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ഇഞ്ച് നമുക്കിതുപോലെ ഷോൾഡർ സ്ലോപ്പ് വരച്ചു കൊടുക്കാം. നമുക്കിവിടെ ചെസ്റ്റ് കിട്ടിയിട്ടുള്ളത് 9.5 ഇഞ്ചാണ്. അപ്പോൾ ആ ഒരു 9.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു. അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്ത് കൊടുക്കുക. അതുപോലെ വേസ്റ്റ് 8.5 ഇഞ്ചിലാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്തിട്ട് കൊടുക്കാം. നമുക്ക് ആം ഹോൾ വരച്ചു കൊടുക്കുക. നമുക്ക് ഫ്രണ്ട് ആം ഹോളൊന്ന് കുഴിച്ച് വരച്ചു കൊടുക്കാം. നമുക്കിതിൻ്റെ ഈ ഒരു സെൻറ്റർ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഒരു 1/2 ഇഞ്ചിൽ നമുക്കൊരു സ്ലോപ്പ് വരച്ചു കൊടുക്കണം. നമുക്കിത് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഞാനിവിടെ ആദ്യം ഫ്രണ്ട് നെക്ക് മാത്രം കട്ട് ചെയ്തിട്ടെടുക്കുന്നുണ്ട്. ഇനി ബാക്ക് നെക്ക് ഞാനിവിടെ 2.5 ഇഞ്ച് വിഡ്ത്തും അതുപോലെ 1 ഇഞ്ചാണ് നെക്കിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത്. അതിവിടെ നമുക്കിതുപോലെ നെക്ക് ചെറിയൊരു യു ഷേപ്പിൽ വരച്ചെടുക്കുക. എന്നിട്ട് അതും കൂടി ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇനി ബാക്കിയുള്ള അളവുകളൊക്കെ നമുക്ക് മാർക്ക് ചെയ്തതുപോലെ കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഞാനിവിടെ ബോഡി പാർട്ട് കട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ സ്ലീവ് ഫുൾ സ്ലീവാണ് ചെയ്തിട്ടെടുക്കുന്നത്. അപ്പോൾ ഒരു 22 ഇഞ്ച് ലെങ്ത്താണ് ഫുൾ സ്ലീവ് നമുക്ക് വരേണ്ടത്. അപ്പോൾ ഞാനൊരു 2.5 ഇഞ്ചിൽ കഫ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ 2.5 ഇഞ്ച് കഴിച്ച് 19.5 ഇഞ്ചും അതിൻ്റെ കൂടെ 1 ഇഞ്ച് ചേർത്ത് 20 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്തു. അതിൻ്റെ മുകളിലേക്കൊരു 4 ഇഞ്ച് ഞാൻ ഇവിടെ കൂടുതൽ എടുത്തിട്ടുണ്ട്. പഫാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 4 ഇഞ്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു വശത്ത് നമുക്ക് കൂടുതൽ കിട്ടേണ്ടതുണ്ട് തുണി. അപ്പോൾ എനിക്കിവിടെ 2 ഇഞ്ചേ കൂടുതൽ കിട്ടിയുള്ളൂ. അപ്പോൾ ആ ഒരു 2 ഇഞ്ച് ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മുടെ ആം ഹോളിൻ്റെ അളവുകളൊക്കെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് സ്ലീവ് നമുക്ക് വരച്ചെടുക്കാം. അപ്പോൾ ഇവിടെ നിന്ന് 3.5 ഇഞ്ച് ഞാൻ ഇതുപോലെ മാർക്ക് ചെയ്തിട്ടെടുത്തു. ഇനി നമുക്ക് സ്ലീവ് ഇതുപോലെ വരച്ചു കൊടുക്കുക. ഇനി നമ്മളിതെല്ലാം കട്ട് ചെയ്യാൻ പോകുന്നത് നമ്മൾ മുകളിലേക്ക് 4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടെടുത്തിട്ടില്ലേ, അവിടെ നിന്ന് നമുക്ക് താഴോട്ടേക്ക് മാർക്ക് ചെയ്യാനുണ്ട്. നമുക്ക് ഈ ഒരു താഴ്വശം നമുക്ക് ഫ്രില്ല് ചെയ്തിട്ട് എടുക്കേണ്ടതാണ്. അപ്പോൾ ഞാനിവിടെ 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ സ്ലീവ് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിൽ നിന്നും താഴോട്ട് ഈ ഒരു പോയിന്റിലേക്ക് നമുക്കിതുപോലെ സ്ലീവ് വരച്ചു കൊടുക്കുക. ഇങ്ങനെ നമുക്ക് സ്ലീവ് കട്ട് ചെയ്തിട്ടെടുക്കാം.
സെൻറ്റർ നമുക്കിതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് കൊടുക്കുക. പിന്നെ ഞാനിവിടെ കാണിക്കുന്നത് സ്കേർട്ട് പാർട്ട് കട്ട് ചെയ്തിട്ടെടുക്കുന്നതാണ്. അപ്പോൾ തുണിയിൽ കാണിക്കാനുള്ള വിഷമം കൊണ്ട് ഞാൻ ഇതുപോലെ ഒരു പേപ്പർ കാണിച്ചെടുക്കുകയാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഇതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒന്നുകൂടി ഒന്ന് മടക്കി കൊടുക്കുക. അപ്പോൾ ഫോൾഡ് ചെയ്ത ഭാഗം എനിക്ക് നേരെയാണ് ഉള്ളത്. അപ്പോൾ ഓപ്പൺ ആയിട്ടുള്ള ഭാഗത്ത് നിന്നും തിരിച്ച് ഇതുപോലെ ഒന്നുകൂടി ഒന്ന് കോണായി മടക്കി കൊടുക്കണം. ഓപ്പണുള്ള ഭാഗത്തു നിന്നും ഫോൾഡ് ആയിട്ടുള്ള ഭാഗത്തേക്ക് ഇതുപോലെ നമുക്ക് മടക്കി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഞാനിവിടെ തുണി വിരിച്ചിട്ടിട്ടുണ്ട്. നമുക്കിതിൽ അളവുകളൊക്കെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഞാനിവിടെ റേഡീസ് കൊടുക്കുന്നത് ഒരു 3.5 ഇഞ്ചിലാണ്. അപ്പോൾ റേഡീസ് നമുക്ക് കിട്ടുന്ന വിധം എന്ന് വെച്ചാൽ നമ്മൾ വേസ്റ്റ് ഡിവൈഡഡ് ബൈ 8 നമ്മൾ 8 തുണി മടക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഞാനിവിടെ ഒരു 3.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഈ ഒരു ഗൗണിൻ്റെ ഫുൾ ലെങ്ത്ത് എന്ന് പറയുന്നത് 55 ഇഞ്ചാണ്. 14 ഇഞ്ചിലാണ് ബോഡി ലെങ്ത്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ബാക്കി 41 ഇഞ്ച് വരും. അതിൻ്റെ കൂടെ 1 ഇഞ്ച് സീം അലവൻസ് കൂടി 42 ഇഞ്ച് വരും. അതും ആ ഒരു 3.5 ഇഞ്ച് റേഡിയസും കൂടി 45 ഇഞ്ചിൽ നമുക്ക് ആ ഫസ്റ്റ് പോയിന്റിൽ നിന്ന് താഴോട്ടേക്ക് മുഴുവനായിട്ട് 45 ഇഞ്ചിൽ ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് എടുക്കണം. അതുപോലെ മാർക്ക് ചെയ്തിട്ടെടുത്ത് കട്ട് ചെയ്തിട്ടെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ സ്കേർട്ട് പാർട്ടിൻ്റെ താഴെയുള്ള വശം നമുക്ക് ഫ്രണ്ട് പീസിൽ ജോയിൻ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതാണ് കസ്റ്റമർ തന്നിട്ടുള്ള റെഫറൻസ് പിക്ക്. ഇനി ഇതിൻ്റെ ഫ്രണ്ട് പീസിൽ ഫ്രണ്ട് പാർട്ടിൽ ഇതുപോലെ ഒന്ന് പീസ് വെച്ച് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ സ്കേർട്ട് പാർട്ടിൻ്റെ ബാക്കി വരുന്ന ഭാഗമാണിത്. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ നമുക്ക് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് കൊടുക്കാം. അവിടുന്ന് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഓരോ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഒരു 1/2 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക, സ്റ്റിച്ച് ചെയ്യാനുള്ള ഭാഗമാണ്. അതുപോലെ സ്ലീവിനും സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ആ രണ്ടിൻ്റെ ഇടയിലായിട്ടാണ് നമുക്ക് ഈ ഒരു പീസ് വെച്ച് പിടിപ്പിക്കേണ്ടതുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ആ ഒരു സെൻറ്റർ മാർക്ക് ചെയ്തെടുത്തേക്ക് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് തിരിച്ചിടുക. എന്നിട്ട് നമുക്കൊരു 1.5 ഇഞ്ചിൻ്റെ ഒരു ബോക്സ് പ്ലീറ്റ് ഇതുപോലെ ചെയ്ത് കൊടുക്കുക. ഒന്നര ഇഞ്ചിലൊരു ബോക്സ് പ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഒരു പ്ലീറ്റ് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇങ്ങനെ നമുക്ക് എത്ര പ്ലീറ്റ് കിട്ടുന്നോ അത്ര. അപ്പോൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഓപ്പോസിറ്റ് സൈഡും നമുക്ക് അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമുക്ക് കിട്ടുന്നത്ര പ്ലീറ്റ് വെച്ച് കൊടുക്കുക. ഈ ഒരു പോയിന്റിൽ നിന്നും ആ സെൻറ്ററിലേക്ക് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുത്തിട്ട് തുണി ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് പിന്നെ നമുക്കൊരു 1.5 ഇഞ്ചിൻ്റെ ബോക്സ് പ്ലേറ്റും ബാക്കി വരുന്ന പ്ലേറ്റും വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു ഫ്രണ്ട് പീസ് ആ റെഫറൻസ് പിക്കിലുള്ളതുപോലെ തന്നെ നമുക്ക് കിട്ടും. ബാക്കി നമുക്ക് ആ ബോഡി ആദ്യത്തെ കട്ട് ചെയ്ത ബോഡിയായിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. പിന്നെ അതിവിടെ സ്റ്റിച്ച് ചെയ്തിട്ടെടുത്തു. ഇതുപോലെ തിരിച്ചിട്ടതിന് ശേഷം ബാക്കിയുള്ള പീസൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം. ബാക്കിയുള്ള പീസൊക്കെ ഞാനിവിടെ കട്ട് ചെയ്തിട്ട് നന്നായിട്ട് അയൺ ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണിത്. നമുക്കിതിൻ്റെ ബാക്ക് പീസ് ജോയിൻ ചെയ്തിട്ടെടുക്കണം. അപ്പോൾ ബാക്ക് പീസിൽ ഞാനിവിടെ ഇൻവിസിബിൾ സിബ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിൻ്റെ നെക്ക് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ ഇത് ഞാനിവിടെ കൈയുടെ കഫാണ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഒരു 2.5 ഇഞ്ച് വിട്ടും അതുപോലെ 10 ഇഞ്ച് ലെങ്ത്തിലും ഞാനിവിടെ ഒരു ക്യാൻവാസ് പേപ്പർ കട്ട് ചെയ്തിട്ട് തുണിയിൽ ഇതുപോലെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കതിനെ
സ്ലീവ് താഴ്വശം ഇതുപോലെ നമുക്കൊരു സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് പ്ലീറ്റ് എടുത്തിട്ട് ആ കഫിന് ഇതുപോലെ ഒന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ സ്ലീവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്ലീവ് ഇതുപോലെ കിട്ടും. ഇനി നമുക്കിതിൻ്റെ നെക്കാണ് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഹൈ നെക്കാണല്ലോ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ നെക്കൊന്ന് ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ട് എടുക്കുക. അളന്ന് നോക്കുക. ഇതുപോലെ ജിബിൻ്റെ ആ ഒരു അറ്റവശം പിടിച്ചിട്ട് റൗണ്ട് പിടിച്ചിട്ട് നമുക്ക് എത്രയാണ് കിട്ടുന്നതെന്ന് നോക്കാം. അപ്പോൾ എനിക്കിവിടെ 15 ഇഞ്ചാണ് ലെങ്ത്ത് കിട്ടുന്നത്. ഒരു 2 പ്രാവശ്യം 3 പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് മാറി മാറി അളന്ന് നോക്കുക. കറക്റ്റ് കിട്ടുന്നത് വെച്ചാൽ ആ ഒരു ലെങ്ത്ത് എടുക്കുക. അപ്പോൾ 15 ഇഞ്ച് എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഞാൻ അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു ക്യാൻവാസ് പേപ്പർ എടുത്തിട്ടുണ്ട്. അത് ഞാനിവിടെ ഒരു 7.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 7.5 ഇഞ്ച് ലെങ്ത്തും അതുപോലെ 3 ഇഞ്ച് വിഡ്ത്തുമാണ് എടുക്കുന്നത്. ഇപ്പോൾ 3 ഇഞ്ച് നമുക്കിതുപോലെ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതുപോലൊരു ഷേപ്പ് വരച്ചു കൊടുക്കണം. ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇതുപോലൊരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതുപോലൊരു റൗണ്ട് ഷേപ്പ് വരച്ചു കൊടുക്കാം. നെക്കിൻ്റെ ഷേപ്പ് വരച്ചു കൊടുക്കുക. എന്നിട്ട് 1 ഇഞ്ചോ 3/4 ഇഞ്ചോ നിങ്ങൾക്ക് എത്രയാണ് ക്യാൻവാസ് വേണ്ടതെന്ന് വെച്ചാൽ ഞാനിവിടെ 1 ഇഞ്ചിലാണ് മാർക്ക് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ഇതുപോലെ തുണിയിൽ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു വശം സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. നമുക്കിതൊന്ന് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഈ ഒരു നെക്കിൻ്റെ സെൻറ്റർ ഞാനിവിടെ മാർക്ക് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അതുപോലെ ക്യാൻവാസിൻ്റെതും സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് റോങ് സൈഡിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ആദ്യം. അതിന് ശേഷം നല്ല വശത്തേക്ക് ഈ ഒരു ക്യാൻവാസ് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ നെക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ സ്ലീവും പഫ് ഇവിടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സ്കേർട്ട് പാർട്ട് നമുക്ക് ജോയിൻറ്റ് ചെയ്തിട്ട് എടുക്കണം. അതിന് വേണ്ടിയിട്ട് ബോഡിയിലെ മാർക്കൊക്കെ ഒന്ന് അളവ് എടുത്തിട്ട് നമുക്ക് സ്ലീവ് മുതൽ ഇതുപോലെ ബോഡി ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതിൻ്റെ സ്കേർട്ട് പാർട്ട് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ സ്കേർട്ട് പാർട്ട് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. 2 പീസായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ആ ഒരു 2 പീസിന് ആദ്യം നമുക്ക് ജോയിൻറ്റ് ചെയ്തിട്ടെടുക്കണം. 2 വശത്തു നിന്നും ഇതുപോലെ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. അപ്പോൾ ഈ ഒരു വേസ്റ്റുമായിട്ട് ഇതുപോലെ യോജിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ താഴ്വശം ഫുൾ ലെങ്ത് ഒന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്ക് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഒറ്റയായിട്ടൊന്ന് ഒരു 1/2 ഇഞ്ചിൽ ഇതുപോലെ ഒന്ന് മടക്കി മുഴുവനായിട്ട് റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്ത് വരിക. അതിനുശേഷം ഒന്നുകൂടി ഒന്ന് 1/2 ഇഞ്ച് ഇതുപോലെ മടക്കി മുഴുവനായിട്ട് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് വരാം. അപ്പോൾ നമ്മൾ ഗൗൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗൗണിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും കമൻസിലൂടെ ഒന്ന് അറിയിക്കുകയും കൂടി ചെയ്യാം. അപ്പോൾ പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.